ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടായിരുന്നു. സഫയുടെ കുറച്ച് ചാറ്റ് എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ അത് യൂട്യൂബില് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പോൾ ഇട്ടായിരുന്നു. നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ. ഞാൻ നോക്കുമ്പോ പോളില് കുറച്ചൊരു നോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോ ആരാന്ന് നോക്കാൻ വേണ്ടി ഞാൻ എടുത്തു നോക്കുമ്പോ അതാ എന്താ ഈ കുട്ടി നോ പറഞ്ഞേക്കുവാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങളുടെ ഈ കുട്ടിയുടെ മാനസികാവസ്ഥ. ചാറ്റ് ഇടുന്നതിന് ഇത്രയും പേടിയാണോ സഫയ്ക്ക്? എനിക്ക് മനസ്സിലാവുന്നില്ല. സഫ എത്ര പേരോട് പൈസ വെച്ചിട്ടുണ്ട്, എത്ര പേരോട് ഇരുന്നിട്ടുണ്ട്, എന്തൊക്കെ പറഞ്ഞിട്ടാണ് പൈസ ചോദിച്ചിരിക്കുന്നത്. എന്നോടടക്കം പൈസ ചോദിച്ചിട്ടുണ്ട്. അതെന്റെ ഹോബിയാ സാറേ. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. ഇതിന്റെ എല്ലാം ചാറ്റ് ഞാൻ ഇടുന്നുണ്ട്. സഫ എന്തായാലും നോ വോട്ട് ചെയ്തോണ്ട് ഞാൻ എന്തായാലും യെസിലോട്ട് അങ്ങ് കിടക്കുകയാണ്. ഞാൻ എനിക്ക് മടുത്തടാ, ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോവാ. അതിൽ എനിക്ക് വലിയ പരാതി ഒന്നുമില്ല. ഇല്ല, ഞാൻ പോൾ അങ്ങ് ഒഴിവാക്കി. ഞാൻ എന്തായാലും യെസിലോട്ട് പോവുകയാണ്. സഫ ഇങ്ങനെ പേടിക്കരുത് കേട്ടോ. കാരണം നമുക്ക് എന്തായാലും സംസാരിക്കുമ്പോഴും നമുക്ക് തെളിവ് വേണം. സഫ പറഞ്ഞു ഞാൻ കണ്ടവരുടെ കൂടെ പോയെന്ന് ലാസ്റ്റ് വീഡിയോയിലിട്ടു. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? കണ്ടവരുടെ കൂടെ പോയത് എനിക്കിതെന്തിന്റെ കേടായിരുന്നു. അവന്റെ കച്ചവടം നിർത്തിയാലല്ലാതെ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല എന്റെ രമണ. എനിക്ക് ഈ പ്രഷർ താങ്ങാൻ പറ്റില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.